ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫീറൻ. നിങ്ങൾ PSC അപ്ലൈ ചെയ്യുന്നവരാണോ? നിങ്ങളിപ്പോൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പം ഇന്നെലിജിബിൾ കാണിക്കും. ഇന്നെലിജിബിൾ കാണിക്കുന്ന പല കേസ് ആവാം. ചിലപ്പോൾ അതിൻ്റെ ആ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റാവാത്തതുകൊണ്ടാവാം. പക്ഷെ അതല്ല, എന്തോ ഒരു ഡിക്ലറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ടാവും അല്ലേ? അതെങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ഡയറക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ പ്രൊഫൈലിനകത്ത് നോട്ടിഫിക്കേഷനിനകത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടുത്തെ ഇതുപോലെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന് കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ അതിനകത്ത് ഈ ചെക്ക് എലിജിബിലിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇന്നെലിജിബിൾ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് വൈ ഐ ആം എലിജിബിൾ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് ന്യൂ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ്. ഇതേ ഒരു സെയിം സിനോറിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നതല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ന്യൂ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് എന്ന് കാണിക്കുന്നു. എന്താണ് ന്യൂ ഡിക്ലറേഷൻ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് അറിയണമെങ്കിൽ വിസിറ്റ് എന്നതിന്റെ തൊട്ടടുത്ത് ഇവിടെ ലിങ്ക് ഉണ്ട് കേട്ടോ. വിസിറ്റ് ദ ഡിക്ലറേഷൻ ലിങ്ക്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണുന്നുണ്ട് ആഡ് യുവർ ഡിക്ലറേഷൻ, ദ ലേറ്റസ്റ്റ് ഡിക്ലറേഷൻ ആൻഡ് ആസ് എക്സിസ്റ്റിംഗ് ഇൻ യുവർ പ്രൊഫൈൽ. അതായത് ലേറ്റസ്റ്റ് ഡിക്ലറേഷൻ ഇതിനകത്ത് മുമ്പ് നമ്മൾ ഫില്ല് ചെയ്ത കുറേ കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണോ, ഒരു ഡിഫറെന്റ് ഏബിൾ പേഴ്സൺ ആണോ, എക്സ് സർവീസ് മാൻ ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. അപ്പൊ നമ്മൾ മുമ്പ് ആഡ് ചെയ്തിട്ടുള്ള ഡിക്ലറേഷൻ ഉണ്ടാവും. പ്രീവിയസ് ഡിക്ലറേഷൻ കാണാൻ തൊട്ട് താഴേക്ക് നോക്കിയാൽ മതി. കണ്ടോ, ഇപ്പൊ ഇതിനകത്ത് കാണുന്ന 11/7/2023 ഡിക്ലറേഷൻ താഴെ കാണിക്കുന്നുണ്ട്. അതിന് കുറച്ച് താഴോട്ട് പോകുമ്പോൾ 1/8/2016 കാണിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആണ് ഇത് ഈ ഡിക്ലറേഷൻ അവരിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോഴെന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അതേപോലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഈ ആഡ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടനെ ഇവിടെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ കൃത്യമായിട്ട് യെസ് ഓർ നോ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ വെദർ എ സെൻട്രൽ ഓർ സ്റ്റേറ്റ് എംപ്ലോയി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ജോബ് കിട്ടിയ ഒരാളാണെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് നോ കൊടുത്ത് പോയാൽ മതി. ഇവിടെ ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വായിച്ച് നിങ്ങളുടെ എങ്ങനെയാണോ സ്റ്റേറ്റസ് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് യെസ് ഓർ നോ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിന്റെ ഏറ്റവും താഴെ ഈ ആക്സസ് കോഡ് ക്യാപിറ്റലിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ആക്സസ് കോഡ് കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത് കറക്റ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, ലാസ്റ്റ് ആ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇപ്പം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഡിക്ലറേഷൻ ആഡഡ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണിക്കും 28/2/2026. അപ്പൊ ഇന്നത്തെ ഡേറ്റ് ആണ് കാണിക്കുന്നത് എനിക്ക്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആഡ് ആവുന്ന സമയത്ത് ഇത് കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ഡേറ്റ് നമ്മളൊന്ന് വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. നമ്മുടെ പ്രീവിയസ് ഒക്കെ താഴെ കാണാൻ പറ്റും. ഇത്രേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇവിടെ ഇന്നെലിജിബിൾ ആണ് കാണിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്നെലിജിബിൾ കാണിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഡിക്ലറേഷൻ സക്സസ് ആയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ. ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതല്ല റീസൺ. ഡിക്ലറേഷൻ ആഡ് ആയിട്ടുണ്ട്. ബട്ട് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് കാണിക്കുന്നത് എന്താണ്, ഇതിനകത്ത് വേണ്ടത് ആസ് പെർ യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ടൈപ്പ് റൈറ്റിംഗിന്റെ ഹയർ ലോവറിന്റെ ഒക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഈ സമയത്ത് ഡിക്ലറേഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.